Commerce family. Yes. അപ്പോൾ ഇപ്പോൾ മിസ് ലൈവിൽ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലും ഒരുപാട് മക്കൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് പ്രോഗ്രാംസ് ചോദിക്കും. നമ്മുടെ എക്സാമിന് പ്രോഗ്രാംസ് ചോദിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു പേടിയോട് കൂടി ചോദിക്കുന്നതായിരിക്കും അല്ലേ? കോഡ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡ് എഴുതാന്നുള്ളത് പറയുന്നത് +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം +1 നമ്മൾ പ്രാക്ടിക്കൽസ് ചെയ്യുന്നില്ല. +2 നമ്മൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ തിയറി എക്സാമിന് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങളോട് പ്രോഗ്രാം കോഡുകൾ ചോദിക്കോ അതിനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ആയിട്ടാണ് മിസ് ഇതാ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുത്ത ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, യെസ്. അപ്പോൾ മക്കളെ മിസ് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ചില വർഷങ്ങളിൽ നമ്മളോട് പ്രോഗ്രാംസ് ചോദിച്ചിട്ടില്ല. പക്ഷേ എന്ന് കരുതി നമുക്ക് പ്രോഗ്രാംസ് ചോദിക്കുകയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചില വർഷങ്ങളിൽ നമ്മളോട് പ്രോഗ്രാം കോഡ് എഴുതാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ നമ്മളോട് കോഡ് തന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, അല്ലെങ്കിൽ ഒരു കോഡ് തന്നിട്ട് ഇതിൻ്റെ എറർ എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, 2018 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു കോഡ് തന്നു, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 2022 3 മാർക്കിന് ഇങ്ങനെ ഒരു കോഡ് തന്നു, എന്നിട്ട് ഇതിന് എന്തോ എറർ ഉണ്ട്, ആ എറർ എന്താണ് എന്ന് കണ്ടുപിടിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് അതേ ഇയറിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, അതേ ഇയറിലല്ല 2023 അതായത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ തന്നെ ഔട്ട്പുട്ട് എഴുതാനാണ്. പക്ഷേ ആ വർഷം നമ്മളോട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. നമ്മളോട് ഒരു കോഡ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല നമ്മളോട് കോഡ് ചോദിക്കില്ല എന്നുള്ളത്. ചോദിക്കും, പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, അപ്പം മിസ് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തില്ല, നമ്മളോട് പ്രോഗ്രാംസ് ആയിട്ട് എഴുതാൻ വളരെ കുറച്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ മെയിനായിട്ട് ചോദിക്കാറുള്ളത് ഇപ്പം നമ്മൾ കണ്ട പോലെ നമുക്കൊരു കോഡ് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ചോദിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനും 2023 ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരു കോഡ് തന്നു, എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോഡ് തന്നു, ഇവിടെയും പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട്. അതേപോലെ തന്നെ ഈ കോഡ് ഇതിപ്പോൾ എന്ത് യൂസ് ചെയ്തിട്ടാണ്, നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത് അല്ലേ? അപ്പോൾ അത് വൈൽ ലൂപ്പ് വെച്ചിട്ട് റീറൈറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, 2023 അതായത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിനാണ് ഏറ്റവും കൂടുതൽ നമ്മളോട് പ്രോഗ്രാംസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ആ ചാൻസ് കുറവാണ്. ഓക്കെ, യെസ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കൊക്കെ ഈ പ്രോഗ്രാംസ് ഒക്കെ എഴുതാൻ പറ്റും അല്ലേ മക്കളെ? നമ്മുടെ ക്ലാസ്സസും നമ്മുടെ ലൈവുകളും ഒക്കെ കറക്റ്റായിട്ട് കണ്ടുപോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനുള്ള ആൻസറൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാമുകളൊക്കെ മാത്രമായിട്ട് മിസ് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എന്താണ് എങ്ങനെയാണ് നമ്മളിതൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മിസ് നിങ്ങൾക്കായിട്ടൊരു വീഡിയോ ചെയ്തു തരാം. ഓക്കെ, യെസ്. അപ്പോൾ പ്രോഗ്രാം ചോദിക്കുമോ മിസ്സേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇനി കാണാൻ പാടില്ല. പ്രോഗ്രാംസ് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, പക്ഷെ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് ഇതേപോലെ നമ്മളോട് ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഈ പ്രോഗ്രാമിൽ എന്താണ് എറർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല നമുക്ക് ഉണ്ടാവുക, തിയറി ആയിട്ടും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവുകൾ നമുക്ക് കറക്റ്റ് 7 PM ചാനലിൽ നടക്കുന്നുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് എല്ലാ ലൈവുകളും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യണം. നമ്മൾ ആ ക്രിസ്മസ് എക്സാമിന് ഒരുമിച്ച് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാം.